നമസ്കാരം. അമേരിക്കയിലെ ടെക്സസ് എന്ന വിദേശ മണ്ണിൽ നിന്നുയർന്ന ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ശബ്ദമെന്ന് ലോകമെമ്പാടുമുള്ള ഭാരതീയരുടെ ഹൃദയത്തിൽ വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നേഹ സുരാത്രോൺ എന്ന ആ പെൺകുട്ടി വെറുമൊരു പ്രസംഗമല്ല നടത്തിയത്. സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഭാരതീയ സംസ്കാരത്തിന്റെ ആഴവും പരപ്പും ഒരൊറ്റ വേദിയിൽ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയായിരുന്നു. അമേരിക്കയിൽ സമീപകാലത്തായി വർദ്ധിച്ചുവരുന്ന ഇന്ത്യ വിരുദ്ധ, ഹിന്ദു വിരുദ്ധ വികാരങ്ങൾക്കിടയിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ അവൾ കാണിച്ച ആർജവം സമാനതകളില്ലാത്തതാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അമേരിക്കക്കാർക്കെന്ന വംശീയമായ മുദ്രാവാക്യങ്ങൾ ശക്തി പ്രാപിക്കുകയും ട്രംപിനെ പോലെയുള്ളവരുടെ നിലപാടുകൾ പലപ്പോഴും കുടിയേറ്റക്കാർക്കും പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കുമെതിരെയുള്ള വികാരമായി മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നേഹയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. H-1B വിസ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവൾ സംസാരിക്കുമ്പോൾ അത് വെറും വിസ പ്രശ്നത്തെക്കുറിച്ചല്ലായിരുന്നു, അവിടെ ജീവിക്കുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ സ്വത്വത്തെയും സഹിഷ്ണുതയും കുറിച്ചായിരുന്നു. നേഹ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാന കാര്യം ഹിന്ദുമതത്തിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ചാണ്. ലോകത്തിലെ പ്രമുഖ മതങ്ങളെല്ലാം തന്നെ തങ്ങളുടെ അനുയായികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മതപരിവർത്തനത്തെ ഒരു ആയുധമായി കാണുമ്പോൾ ഹിന്ദുമതം എല്ലാവരെയും നിർബന്ധപൂർവ്വം മതം മാറ്റാൻ ശ്രമിക്കാറില്ലെന്ന് അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ഹിന്ദുക്കൾ ആരെയും മതപരിവർത്തനം ചെയ്യാറില്ല എന്ന ആ പെൺകുട്ടിയുടെ വാക്കുകൾക്കൊരു വലിയ സത്യത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. തങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരാൻ ആരെയും പ്രേരിപ്പിക്കാത്ത, എന്നാൽ ലോകത്തുള്ള എല്ലാവരും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന സന്ദേശമാണ് അവൾ ആധുനിക അമേരിക്കൻ സമൂഹത്തിന് നൽകിയത്. താനൊരു ഹിന്ദുവാണെന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ തന്നെ മറ്റ് മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന രീതിയെക്കുറിച്ചും നേഹ സംസാരിച്ചു. ഞങ്ങൾ ആരെയും ഹിന്ദുമതം പിന്തുടരാൻ നിർബന്ധിക്കാറില്ല, പക്ഷേ ഞങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കാറുണ്ട് എന്ന നേഹയുടെ വാക്കുകൾ പാശ്ചാത്യ ലോകത്തെ വംശീയവാദികളുടെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും എന്നാൽ ഇതര മതസ്ഥരുടെ സന്തോഷങ്ങളിൽ ആത്മാർത്ഥമായി പങ്കുചേരുകയും ചെയ്യുന്ന ഭാരതീയ രീതിയാണ് അവൾ അവിടെ പരിചയപ്പെടുത്തിയത്. ഹിന്ദുക്കൾ അമേരിക്ക കീഴടക്കുകയാണെന്നും അമേരിക്കക്കാരുടെ ജോലി തട്ടിയെടുക്കുകയാണെന്നുമുള്ള വ്യാജ പ്രചാരണങ്ങൾക്ക് നേഹ നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. ഹൈന്ദവ വിശ്വാസം എന്നത് എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്ന ഒന്നാണെന്നും അതുകൊണ്ട് തന്നെ ആരെയും ഭയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ലെന്നും നേഹ വിശദീകരിച്ചു. ഭയമല്ല, പരസ്പര ബഹുമാനമാണ് ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്നതെന്ന് അവൾ സമർത്ഥിച്ചു. ലോകം മുഴുവൻ ഒരു കുടുംബമായി കാണുന്ന വസുദൈവ കുടുംബകം എന്ന ദർശനമാണ് ആ പെൺകുട്ടിയുടെ ഓരോ വാക്കിലും നിഴലിച്ചത്. നേഹയുടെ ഈ പ്രസംഗം എന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അത് ഓരോ പ്രവാസിയുടെയും ഉള്ളിലെ വികാരമായതുകൊണ്ടാണ്. വിദേശ രാജ്യങ്ങളിൽ പോയി കഠിനാധ്വാനം ചെയ്ത് ആ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ കരുത്തുറ്റതാക്കാൻ ഇന്ത്യക്കാർ വഹിക്കുന്ന പങ്ക് വലുതാണ്. എന്നാൽ പലപ്പോഴും അവർക്ക് വംശീയമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ സ്വന്തം സംസ്കാരത്തെയും മതത്തെയും ഇത്രത്തോളം തൻ്റെ ഇടത്തോടെ പ്രതിരോധിക്കാൻ നേഹ കാട്ടിയ ആർജവം അഭിനന്ദാർഹമാണ്. സത്യത്തിൽ നേഹ അവിടെ പ്രതിനിധാനം ചെയ്തത് ഒരു ജനതയെ മുഴുവനുമാണ്. തങ്ങളുടെ വിശ്വാസങ്ങൾ ആരുടെ മേലും അടിച്ചേൽപ്പിക്കാതെ തങ്ങളുടെ സംസ്കാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ജനതയുടെ ശബ്ദമായിരുന്നു അത്. അമേരിക്കയിലെന്നല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഇന്ത്യ വിരുദ്ധർക്കും ഹിന്ദു വിരുദ്ധർക്കുമുള്ള ശക്തമായ മറുപടിയാണ് ആ പെൺകുട്ടി നൽകിയത്. സ്വന്തം മാതൃരാജ്യത്തിൻ്റെ മഹത്വം വിളിച്ചോതാൻ കടൽ കടന്നുള്ള ആ ശബ്ദം നമുക്കേവർക്കും അഭിമാനകരമാണ്. ആഗോളതലത്തിൽ ഈ പ്രസംഗം തരംഗമാകുന്നത് അത് സത്യത്തിൻ്റെ നേർരൂപമായതുകൊണ്ടാണ്. ഏത് പ്രതിസന്ധിയിലും സ്വന്തം സ്വത്വം പണയം വെക്കാതെ മുന്നോട്ട് പോകാൻ ഭാരതീയർക്ക് കരുത്തു നൽകുന്ന ഒന്നായി നേഹയുടെ വാക്കുകൾ മാറിയിരിക്കുന്നു. ലോകത്തെ പല മതങ്ങളും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വാളും വടിയും ഉപയോഗിക്കുമ്പോൾ സമാധാനം കൊണ്ട് ലോകത്തെ കീഴടക്കിയ പാരമ്പര്യമാണ് നമുക്കുള്ളത്. സ്വന്തം മതം വളർത്താൻ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ തകർക്കുന്നതിനോ ആളുകളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നതിനോ ആയ രീതി ഹൈന്ദവ ധർമ്മത്തിന് അന്യമാണെന്ന് നേഹ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞു. അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്ത് സനാതനധർമ്മത്തിൻ്റെ ആഴം വ്യക്തമാക്കാൻ സ്വർഗത്തിലേക്കുള്ള ഏക വഴി തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടാത്ത ഒരു സംസ്കാരത്തിനെ സാധിക്കൂ. സഹിഷ്ണുത എന്നാൽ സ്വന്തം അസ്തിത്വം മറന്ന് മറ്റൊന്നിന് കീഴ്പ്പെടുക എന്നതല്ല, സ്വന്തം തനിമയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അന്യമായതിനെ ആദരിക്കുക എന്നതാണ്. പള്ളിക്കൂടങ്ങളിൽ നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ച ആ ജനാധിപത്യ ബോധം വിദേശ മണ്ണിൽ നേഹ പ്രകടിപ്പിക്കുമ്പോൾ അത് ഭാരതീയർ കാലങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. വർഗീയതയുടെ അതിർവരമ്പുകൾ ഭേദിക്കാനും തെറ്റിദ്ധാരണകളുടെ പുകപടലങ്ങൾ മാറ്റാനും ഇത്തരം ശക്തമായ നിലപാടുകൾ അനിവാര്യമാണ്. നേഹ സുരാത്രോൺ ഉയർത്തിയ ഈ ശബ്ദം വരും തലമുറകളിലെ ഓരോ ഭാരതീയനും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും സ്വന്തം സ്വത്വത്തെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കാൻ നൽകുന്ന വലിയൊരു ഊർജ്ജമാണ്. മറ്റുള്ളവരെ മാറ്റാനല്ല, സ്വയം മാറ്റാനും സ്വയം മാറാനും
ലോകത്തെ ഉൾക്കൊള്ളാനും പഠിപ്പിക്കുന്ന ഭാരതീയ ചിന്തകളുടെ ജയഭേരിയാണ് ആ പ്രസംഗത്തിലൂടെ മുഴങ്ങിക്കേട്ടത്. ലോകമെമ്പാടും ഇസ്ലാമോഫോബിയയെക്കുറിച്ചും സെനോഫോബിയയെക്കുറിച്ചും ചർച്ചകൾ സജീവമാകുമ്പോൾ അത്ര തന്നെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ പടരുന്ന ഹിന്ദു ഫോബിയ. ഭാരതീയർ ലോകത്തിന് നൽകിയ സംഭാവനകളെ വിസ്മരിച്ചുകൊണ്ട് വംശീയതയുടെയും രാഷ്ട്രീയ വിദ്വേഷത്തിൻ്റെയും പേരിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ വേട്ടയാടാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണ് നേഹയുടെ വാക്കുകൾ. വിദേശ രാജ്യങ്ങളിൽ കുടിയേറുന്ന ഹിന്ദുക്കൾ അവിടുത്തെ നിയമങ്ങളെ അനുസരിക്കുകയും അവിടുത്തെ സമ്പദ്വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെ തങ്ങളുടെ സാംസ്കാരിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു എന്നത് പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. നേഹ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ഹിന്ദുവും മറ്റൊരുവന്റെ വിശ്വാസത്തിലേക്ക് കടന്നു കയറാനോ അവനെ നിർബന്ധിതമായി മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം സ്വന്തം കർമ്മം സത്യസന്ധമായി ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ ഭാഗമാകാനാണ് അവൻ ശ്രമിക്കുന്നത്. ഭാരതീയ സംസ്കാരം എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് ഏകം സദ്വിപ്ര ബഹുദ വദന്തി, സത്യം ഒന്നേ ഉള്ളൂ, പണ്ഡിതന്മാർ അതിനെ പല പേരിൽ വിളിക്കുന്നു എന്ന തത്വമാണ്. ഈ ഒരേയൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് ലോകത്തിലെ സകല മതങ്ങൾക്കും ഭാരതം അഭയം നൽകിയത്. എന്നാൽ ഇന്ന് നേഹയ്ക്ക് നേരെയും അവൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന് നേരെയും ഉയരുന്ന വിമർശനങ്ങൾ പലപ്പോഴും അജ്ഞതയിൽ നിന്നോ അല്ലെങ്കിൽ കൃത്യമായ അജണ്ടകളിൽ നിന്നോ ഉണ്ടാകുന്നതാണ്. അമേരിക്കയിൽ കാസ്റ്റ് സെൻസിറ്റിവിറ്റി പോലുള്ള ഒരു നിയമങ്ങൾ കൊണ്ടുവന്ന് ഹൈന്ദവ സമൂഹത്തെ തളച്ചിടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നവരല്ലെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണെന്നുമുള്ള നേഹയുടെ വിശദീകരണം കൃത്യമായ സമയത്തുള്ള ഇടപെടലാണ്. ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കുചേർന്ന ഒരു പെൺകുട്ടി തൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ പ്രകടമാകുന്നത് ആധുനികതയും പാരമ്പര്യവും തമ്മിലുള്ള മനോഹരമായൊരു സമന്വയമാണ്. സത്യത്തിൽ നേഹ സുരത്രോണിൻ്റെ വാക്കുകൾ പാശ്ചാത്യ ലോകത്തിന് നൽകുന്ന ഒരു താക്കീത് കൂടിയാണിത്. സഹിഷ്ണുത എന്നാൽ ഭീരുത്വമല്ലെന്നും അവൾ തെളിയിച്ചു. സ്വന്തം നാട്ടിലെ വംശീയ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഭാരതീയരെയും അവരുടെ വിശ്വാസത്തെയും ക്രൂശിക്കാൻ നോക്കുന്നവർ തിരിച്ചറിയേണ്ടത് ഹിന്ദുത്വം ഒരു വിനാശകരമായ തത്വശാസ്ത്രമല്ല എന്നതാണ്. ലോകം ഒരു കുടുംബമാണെന്ന് വിശ്വസിക്കുന്ന വസുദൈവ കുടുംബകം എന്ന മനുഷ്യത്വപരമായ ഒരു ജീവിത രീതിയാണിത്. മതം മാറ്റത്തിലൂടെ ആളെ കൂട്ടാൻ ശ്രമിക്കാത്ത ഒരേയൊരു വിഭാഗം ഹിന്ദുക്കളാണെന്ന് നാം അഭിമാനത്തോടെ പറയണം. ആരെയും ശത്രുവായി കാണാതെ എല്ലാവർക്കും മോക്ഷം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസത്തെ ഭീഷണി എന്ന് വിളിക്കുന്നത് ശുദ്ധമായ വിരോധാഭാസമാണ്. അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഇന്ത്യക്കാർ ഇന്ന് അധികാരത്തിൻ്റെ ഉന്നത ശ്രേണികളിലുണ്ട്. അവർ അവിടെ എത്തിയത് ആയുധം കൊണ്ടോ മതപരിവർത്തനം കൊണ്ടോ അല്ല, അവരുടെ ബുദ്ധിശക്തിയും അർപ്പണ ബോധവും കൊണ്ടാണെന്ന് ലോകം മനസ്സിലാക്കണം. നേഹ സുരത്രോണിനെ പോലെയുള്ള പുതുതലമുറ ഇത്തരം വേദികളിൽ ശബ്ദമുയർത്തുന്നത് വരും തലമുറയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകും. സ്വന്തം വേരുകളെയും സംസ്കാരത്തെയും തള്ളിപ്പറയാതെ തന്നെ ഒരു ആഗോള പൗരനാകാൻ കഴിയുമെന്ന് അവൾ തെളിയിച്ചു. സത്യം എപ്പോഴും വിളിച്ചു പറയേണ്ടതുണ്ട്. അത് നേഹയെ പോലെ ആർജവത്തോടെ വേണമെന്ന് മാത്രം. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും നമ്മുടെ ധർമ്മം സംരക്ഷിക്കേണ്ടതാണെന്നും അതിനായി നാം ഓരോരുത്തരും ശബ്ദമുയർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഈ പ്രസംഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നേഹ സുരത്രോൺ അമേരിക്കൻ മണ്ണിൽ മുഴക്കിയ ഈ ശബ്ദം ഒരു പെൺകുട്ടിയുടെ വ്യക്തിപരമായ അഭിപ്രായമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന കോടിക്കണക്കിന് ഭാരതീയരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതിഫലനമാണ്. സ്വന്തം സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ആർജവത്തോടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കാണിച്ച ഈ തൻ്റെ ഇടം വരും തലമുറയ്ക്ക് വലിയൊരു പാഠമാണ്. വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും മതിലുകൾ ഉയർത്തുന്നവർക്ക് സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മറുപടിയാണ് ഭാരതീയ ധർമ്മമെന്ന് നേഹ തെളിയിച്ചു. ആഗോളതലത്തിൽ ഈ പ്രസംഗം ചർച്ചയാകുമ്പോൾ ഭാരതീയ സംസ്കാരം എത്രത്തോളം ഉന്നതമാണെന്ന് ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിയുകയാണ്. സ്വന്തം വേരുകളെ മറക്കാതെ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ഓരോ ഭാരതീയനും നേഹ സുരത്രോണിൻ്റെ ഈ വാക്കുകൾ എന്നും ഒരു കരുത്തായിരിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.